ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേപ്പർ ഫ്രോഗിൻ്റെയും അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്നേക്കുമാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ആദ്യം തന്നെ നമുക്ക് സ്നേക്ക് നിർമ്മിച്ചാലോ? അതിനാവശ്യമായിട്ടുള്ളത് 2 കളർ പേപ്പറുകളാണ്. പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സ്കെയിലിൽ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ വരച്ചെടുത്ത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല ഫൺ ക്രാഫ്റ്റ് വർക്കും കൂടെയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പേപ്പർ ഫിഷ് ക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോക്ക് വന്ന കമൻ്റ് ആയിരുന്നു സ്നേക്ക് നിർമ്മിക്കാവോ എന്ന്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ വന്ന കമൻ്റ് ആയിരുന്നു ഫ്രോഗിനെ നിർമ്മിക്കാൻ. എന്നാൽ പിന്നെ രണ്ടും ഒന്നിൽ തന്നെ ചെയ്യാമല്ലോ എന്ന് ഞാനും കരുതി. അന്ന് കമൻ്റ് ഇട്ടവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ യെല്ലോ പേപ്പറും ബ്ലൂ പേപ്പറും ഇതുപോലെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കാം. സ്കൂൾ കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ടീച്ചിങ് കോഴ്സിൽ ചേർന്നിട്ടുള്ളവർക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനി അതല്ല, അമ്മമാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കണേ. ഇനി ഇത് അവസാനിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇരുവശത്തും ഇതുപോലെ നമുക്ക് വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരു സ്നേക്ക് പോലെ തോന്നുന്നില്ലേ? ഇനിയും ഇതിന് കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട്. ആദ്യം നമുക്ക് ഇതുപോലെ 2 വരയിട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫേസ് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു വശത്ത് നമുക്ക് വാൽ ഒട്ടിച്ചു കൊടുക്കാം. മറുവശത്ത് നമുക്ക് മുഖവും ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിന് കണ്ണും അതുപോലെ തന്നെ നാവും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. പോവാൻ വരട്ടെ. എൻ്റെ വീഡിയോ കഴിഞ്ഞെന്ന് കരുതിയോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇനി നമുക്കൊരു ഫ്രോഗിനെ കൂടി നിർമ്മിക്കാനില്ലേ? അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇനി നമുക്ക് ഫ്രോഗ് നിർമ്മിക്കാനായിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് വേണ്ടത്. അതിൽ 10 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 20 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങളും ചെയ്തെടുക്കണേ. ഇത് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ എനിക്കറിയാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങളും ചെയ്താൽ മതി. ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കോർണർ നല്ല നീറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണേ. ഇനി മറുവശവും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു വശം ഇതുപോലെ മടക്കിയെടുക്കാം.
കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ മടക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു വശം മുകളിലേക്ക് ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇരുവശവും ഒരേ അളവിൽ തന്നെ ഇതുപോലെ മടക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്കൊരു ഫ്രോഗിൻ്റെ ലുക്കൊക്കെ തോന്നുന്നില്ലേ? ഇനി ഇത് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ ഒരു മടക്കിലൂടെ നമുക്ക് മുകളിലോട്ട് മടക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഹാഫ് ഭാഗം തിരിച്ച് താഴോട്ട് മടക്കിയെടുക്കാം. ഇനി ഇത് തിരിച്ചു പിടിച്ചാൽ നമ്മുടെ ഫ്രോഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോഗിന് കണ്ണും അതുപോലെ തന്നെ കാലും കട്ട് ചെയ്ത് ഇതിന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നേക്കും അതുപോലെ തന്നെ ഫ്രോഗും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.